പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. അതായത് ആർ എസ് എസുമായി ബന്ധപ്പെട്ട പല പ്രതീകങ്ങൾ, അത് ഗണഗീതമായിക്കോട്ടെ, പ്രാർത്ഥനയായിക്കോട്ടെ, അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ആർ എസ് എസ്സുകാർ നടത്തുന്ന ഏതെങ്കിലും പരിപാടി, അതിപ്പോൾ സേവന പ്രവർത്തനമുള്ള പരിപാടിയായാലും, ഇതിലൊക്കെ പങ്കെടുക്കുന്നതിൽ നിന്നും അവരുടെ പരിപാടികളും പ്രതീകങ്ങൾക്കും ഭ്രഷ്ട് കൽപ്പിക്കാനുള്ള ഒരു നീക്കം അല്ലേ ഇതിന് പിന്നിലെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അത് ഭ്രഷ്ടല്ല, പേടിച്ചിട്ടാണ്. അത് ഈ ഒരു സിനിമയുണ്ട്, അതിൽ വളരെ തടിച്ച ഒരു സ്ഥാനാർത്ഥി, അയാൾ എതിർ സ്ഥാനാർത്ഥിയെ കെട്ടി അങ്ങ് പിടിക്കുന്നു. അതോടെ എതിർ സ്ഥാനാർത്ഥി അങ്ങ് അയാളുടെ കൂട്ടത്തിലായി പോകുന്ന രീതിയിൽ അത്രയ്ക്ക് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നു. ഈ ഹിന്ദുത്വത്തിന് ഈ ഒരു സ്വഭാവമുണ്ട്. ഈ എതിർക്കുന്നവനെ പോലും കെട്ടിപ്പിടിച്ച് അങ്ങനെ തങ്ങളുടെ ഭാഗമായിട്ടങ്ങ് മാറും. ആൽമരം കണ്ടിട്ടില്ലേ? ഇപ്പോൾ എറണാകുളത്ത് പഴയ ബോട്ട് ജെട്ടിയിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് 2 വലിയ ആല് നിൽപ്പുണ്ട്. ആ ആലിൻ്റെ ഉള്ളിൽ 2 കല്ലുകൊണ്ടുള്ള തൂണുണ്ട്. അത് കണ്ടവർക്ക്, ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ കാണെയാണ് ഈ 2 തൂണുകളെയും കൽത്തൂണുകളെയും ആലിങ്ങനെ പൊതിഞ്ഞ് അവസാനം ഇത് ആലായിട്ട് മാറി. ഇപ്പോൾ തൂണില്ല, ആല് മാത്രം. ഈ സ്വഭാവം, സർവ്വശ്ലേഷിയായ സ്വഭാവം ഹിന്ദുത്വത്തിനുണ്ട്. അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് RSS ആണ്, അടുത്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ സക്ക് യു ഇൻ ആൻഡ് ഇറ്റ് വിൽ ഹാപ്പിലി ഡൈജസ്റ്റ് യു. അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അടുത്താൽ പ്രയാസമാണ്. അതുകൊണ്ട് പാട്ട് RSSകാരൻ പാടണ്ട, സംഗീതം വേണ്ട, നൃത്തം RSS ആണോ അത് വേണ്ട. അത് പോയി ഇവർ അങ്ങേയറ്റത്ത് ഇത് ഓരോന്നോരോന്നും വിട്ടുകൊടുക്കണില്ല. ഭാരത് മാതാ എന്നുള്ള മുദ്രാവാക്യം ഇത് RSS ഉണ്ടാക്കിയതാ, ഒന്നുമല്ല, സ്വാതന്ത്ര്യ കാലത്ത് ഉണ്ടാക്കിയതാണ്. ബട്ട് ആർക്കും വേണ്ട അത്. അതുകൊണ്ട് RSS അതെടുത്തു. ആർക്കും വേണ്ട അത് കിടക്കുകയല്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഭാരത് മാതാ കി ജയ്. ഇപ്പോൾ ഈ സംഘപരിവാർ ഒഴിച്ച് ആരെങ്കിലും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമോ? വിളിച്ചാൽ അവനെ ഇങ്ങനെ തുറിച്ച് നോക്കും ബാക്കിയുള്ളവർ. അവൻ പറയും, എന്താ ചേട്ടാ കുഴപ്പം, ഭാരത് മാതാ കി ജയ്. അത് RSSന് എന്നറിയാമല്ലേ.